VR Emerging. ആക്ച്വലി എമർജിയിൽ ഒരു 3 പേരുണ്ടായിരുന്നപ്പോഴാണ് ഞാനും ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ വന്നത് ഒരു ഇന്റേൺഷിപ്പിനാണ്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് മുതൽ തന്നെ ഇവിടെ തന്നെ പ്ലേസ്മെന്റിലേക്ക് കയറി. മാമിൻ്റെ കൂടെ മാമിന് സപ്പോർട്ടീവായി നിന്ന് HR-ൻ്റെ ഒരു ഫീൽഡിലോട്ട് വന്നത്. പിന്നെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യണതും ആ ഒരു HR-ൻ്റെ പൊസിഷനിൽ തന്നെയാണ്. ഒരു ഹൈ പേയിങ് റിസോഴ്സിനെ എടുത്തു വെച്ചെന്ന പ്രൊജക്റ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു വഴി ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളുടെ ഓൺ ടീമിനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇതൊരു 100% ഫ്രഷർ ഓറിയൻറ്റഡ് ഓർഗനൈസേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ പ്ലേസ് ആയ ഒരാളാണ്. ഇപ്പം കറൻ്റ്ലി ഞാനാണ് ട്രെയിനിങ്ങും ഇവിടുത്തെ ഗെയിം ഡെവലപ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഐ വർക്ക് ആസ് എ ചീഫ് ഗെയിം ഡയറക്ടർ ഹിയർ. ഒരു ഫ്രഷറായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആക്ച്വലി എമർജി എനിക്ക് അങ്ങനെ ഒരു അവസരമാണ് തന്നത്. ആ ടൈമിൽ ഞങ്ങൾക്ക് ഒരുപാട് ഗെയിം ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ചെയ്യാനായിട്ടുള്ള ഇനഫ് റിസോഴ്സിങ് ഇല്ലായിരുന്നു. ഞാൻ എമർജിയിൽ തന്നെ പഠിച്ച ഇവിടെ തന്നെ പ്ലേസ്ഡ് ആയ ഒരാളാണ്. ഞാൻ എമർജിയിൽ തന്നെയാണ് പഠിച്ച് ഇവിടെ തന്നെ പ്ലേസ്ഡ് ആയി. സോ എമർജിയോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫ്രഷേഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. എല്ലാവരും ഫ്രഷേഴ്സാണ്. ഇപ്പോൾ ഫാൻസി ഗെയിംസും കാഷ്വൽ ഗെയിംസൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഇതിന് കാരണം ഞങ്ങളുടെ ടീം സ്ട്രെങ്ത് ആൻഡ് ടീം ഗ്രോത്ത് തന്നെയാണ്. നമ്മുടെ സ്ട്രെങ്ത്സും മറ്റൊരു വീക്ക്നെസ്സസ് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കാനും പിന്നെ നമ്മുടെ വീക്ക്നെസ്സസ് മറ്റൊരു സ്ട്രെങ്ത്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോഴാണ് ഒരു ടീം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. നിഷ പറഞ്ഞു ലൈക്ക് ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യമായിരുന്നു. ആക്ച്വലി ഞാനൊരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ടാണ് എമർജി വന്നത്. ഇവിടെ മെയിൻ ഒരു അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് നല്ലൊരു മാനേജ്മെന്റ് ടീമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ തന്നെ ഞങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് എൻ്റെ ആഗ്രഹം. വർക്ക് പ്രഷേഴ്സ് ഒന്നും അധികം ഇല്ലാണ്ട് തന്നെ നമുക്കിവിടെ നല്ല രീതിയിൽ നമ്മളെ പ്രൊജക്ട്സ് കിട്ടുന്ന പ്രൊജക്ട്സ് എല്ലാം ലൈവ് പ്രൊജക്ട്സ് തന്നെയാണ്. അതോ നമ്മൾ ചെയ്തതിന് ശേഷം അത് ലൈവ് പോകുന്ന പ്രൊജക്ട്സ് ആണ്. അത് ഏതൊരു എംപ്ലോയിക്കും കരിയർ ഗ്രോത്തിന് ആവശ്യമായ ഒരു എൻവയോൺമെന്റ് എമർജിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെയധികം നന്ദി എമർജിയോ, എനിക്ക് ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ തന്നതിന്, എന്നെ വിശ്വസിച്ചതിന്, ഈ ഒരു പോസ്റ്റ് എനിക്ക് തന്നതിന്. എമർജിയോയിൽ ആക്ച്വലി എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ വർക്ക് കൾച്ചറും അതുപോലെ തന്നെ ഞങ്ങളുടെ ടീമുമാണ്. പക്ഷെ എമർജിയിൽ വന്നേ പിന്നെ ഭയങ്കര ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫ്രഷേഴ്സ് ഓറിയൻറ്റഡ് ഗെയിമിംഗ് കമ്പനിയാണ് എമർജിയോ. ദെൻ നമ്മളൊരു ട്രെയിനിങ് പ്ലസ് ഡെവലപ്മെൻ്റ് ആണ് ചെയ്യുന്നത്. എമർജിയോടെ ഇതുവരെയുള്ള ജേണിയിൽ വളരെയധികം ഹാപ്പിയാണ്. ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ വർക്ക് ചെയ്യാം. VR Emerging. 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 ഇപ്പോൾ നമുക്ക് അറൗണ്ട് ഒരു 350+ മെമ്പേഴ്സ് ഉണ്ട്. സോ ആ സ്ക്രാച്ചിൽ നിന്ന് ഞങ്ങൾ ബിൽഡ് ചെയ്തെടുത്തതാണ് ഓരോ ആൾക്കാർ. സോ എമർജിയിൽ നമ്മൾ ആദ്യമേ വരുന്നവർക്ക് പറയായിരുന്നു ഇവിടെ പഠിച്ചാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റും എന്നുള്ളത്.